അഹല്യാമോക്ഷം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര, നീ വാട്ടമില്ലാത്ത തപസുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു. ഭാര്യാഭർത്താക്കന്മാരായവർ വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ശവനനും കുസുമായുധവശനായാൻ. അന്തരാത്മനി വിഭുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെയോരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടദ്യയാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാനുടജാന്തരെ പരവശാൽ സൂത്രമാമഹല്യയെ പ്രാപിച്ചു കാണായി വന്നു വൃത്താരിക്കു മുനിശ്രേഷ്ഠനെ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട അതിക്കോപം പൂണ്ടു മുനീന്ദ്രനും. നില്ലാരാകുന്നതെന്തു ദുഷ്ടാത്മാവേ, ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം. നിൻ തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. കഷ്ടമെത്രയും തവ ദുർവൃതം ദുരാചരേ ദുഷ്ടമാനസേ, തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമൊടുങ്ങുവതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധര മഹാവ്രതം. കാമകിങ്കരീ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ, ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി തഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം.